പരിക്കെന്ന് പറഞ്ഞാൽ മൊത്തം ഈ കോളറെ പിടിച്ച് വലിക്കുമ്പം അങ്ങനത്തെ പരിക്കുകൾ അടിയൊന്നും കൊണ്ടിട്ടില്ല. ഈ വയ്യാത്തൊരു മനുഷ്യനാണ്, അങ്ങനത്തെ സുഖമില്ലാത്ത ഒരാളാണ്. രാവിലെ മുതലോട് കരയുന്ന ഒരു വ്യക്തിയാണ്. മരിച്ച ഇന്ദ്രയുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹത്തിന് ഒപ്പം ആ പ്രതിഷേധത്തിനൊപ്പവും ഈ വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ കണ്ണീരോടുകൂടി അവിടെ നിന്നും പോകുന്നത്. പോലീസ് ബലപ്രയോഗം ഏറ്റു എന്നാണ് അദ്ദേഹത്തിനൊപ്പം നിന്ന സ്ത്രീ പറയുന്നത്. പോലീസ് ഇപ്പോൾ ഇന്ദ്രയുടെ മൃതദേഹം, 70 വയസ്സുകാരിയായ വയോധികയുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. കൈയൊക്കെ പിടിച്ച് വലിച്ചപ്പോഴൊക്കെ ഭയങ്കര വേദന. കൈയൊക്കെ ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവരിവിടെ പിടിച്ച് വലിച്ച് പറിച്ച് ഞാൻ ഇങ്ങനെ ബോളിലിങ്ങനെ കൊണ്ടുപോകല്ലേ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം അവരെൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് കൈ കണ്ട് ഭയങ്കര വേദന. ഒരാൾ അവിടെ നിന്ന് കൈ എന്നോട് വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് പോലീസൊക്കെ പിടിച്ചു വലിച്ചു. ഞാൻ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന കയ്യെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ തുണിക്കുത്തിന് പിടിച്ച് ഇവിടെ പിടിച്ച് വലിച്ച് എന്റെ പേര് വനിതാ പോലീസിന് ആണുങ്ങളെ പിടിക്കാൻ അവർ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. പോലീസല്ല ഈ എണ്ണ കൊണ്ടുപോകാം. മരിച്ച ഇന്ദ്രയുടെ സഹോദരനാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സഹോദരനെതിരെയും പോലീസിന്റെ ബലപ്രയോഗം ഉണ്ടായി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് നേരെയും പോലീസിന്റെ ബലപ്രയോഗം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ശരീരത്തിന് നല്ല വേദനയുണ്ട്, വേദന അനുഭവിക്കേണ്ടി വന്നു പോലീസിന്റെ ബലപ്രയോഗത്തിലൂടെ എന്നാണ് അദ്ദേഹവും പറയുന്നത്. കടുത്ത പോലീസ് നടപടിയാണ് അവിടെ കണ്ടത്. പോലീസ് നടപടിയിലൂടെയാണ് ഇന്ദ്രയുടെ മൃതദേഹം ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് മാറ്റി പോലീസിന്റെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ